ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വേറൊന്നും അല്ല കേട്ടോ, നമ്മുടെ ജിത്തുമോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ. സർപ്രൈസിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ എടുക്കാൻ വരുന്ന അനന്തുവിൻ്റെ എൻട്രി ആണ് കേട്ടോ. അനന്ത് പോകുന്ന വഴിയിൽ രണ്ടുപേരെ സ്കൂളിലാക്കുകയും ഉച്ചയ്ക്ക് ശ്രുതി അനന്ത് ചേർന്ന് വിച്ചുവിനെ സ്കൂളിൽ നിന്നും കൊണ്ടുവരികയും ചെയ്തു കേട്ടോ. പിന്നെ അടുത്ത മുതലുകൾ ദാ വരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ബാക്കി പ്ലാനിങ് കേട്ടോ. അടുത്ത പണി അവനുള്ള അവൻ്റെ അടുത്ത് സൂക്ഷിച്ചോളാം. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലാവരും 3 വണ്ടികളിലായിട്ട് അങ്ങോട്ട് പോയിട്ടോ വീട്ടിലേക്ക്. രാവിലെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ എടുക്കാൻ വേണ്ടി വന്നില്ലായിരുന്നു അനന്തു. അത് പ്രോഗ്രാമിന് വേണ്ടിയായിരുന്നില്ല, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയായിരുന്നു. ഈ സ്പീക്കർ എങ്ങനെ കൊണ്ടുവരും അവൻ കാണാതെ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതിനുള്ള ഐഡിയ ആയിരുന്നു രാവിലെ തന്നെ അനന്തുവിൻ്റെ കാറിലേക്ക് ഈ സ്പീക്കർ എടുത്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും മറ്റുമായി എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ചേർന്നു. എൻ്റെ പൊന്നെ ദൈവമേ, ഇവനെന്താ ബാഹുബലിയോ? അനന്ത് എന്നെ കളിയാക്കിയതാണ് ഗൈസ് നിങ്ങൾ കേട്ടത്. അത് കേട്ട് ചിരിക്കാൻ വെച്ചു. ഇതെല്ലാം കേട്ട് ചിരിച്ച് എൻ്റെ അമ്മ കുറേ വട്ടയപ്പവും പഴംപൊരിയും ചായയൊക്കെ ആയിട്ട് ദേ വന്ന് നിൽക്കുന്നു. സംസാരവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും അവരവരുടെ ജോലികളിൽ വളരെ കാര്യമായിട്ട് മുഴുകിയിരിക്കുകയാണ്. ശ്രുതി അമ്മയും കൂടി സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ജിത്തുമോനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചേട്ടനാണ് കേട്ടോ ജിത്തുമോനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുന്നത്. കുറച്ച് വൈകി വന്നാൽ മതി എന്നാ പറഞ്ഞേക്കണേ. ഏതായാലും അവന് വേണ്ടി കാത്തിരിക്കാം.
ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. 2 മാസക്കാലം കൊണ്ട് പ്ലാൻ ചെയ്ത് അവനൊരു തരിമ്പ് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഇത്രയും കാലം അഭിനയിച്ച് ഫലിപ്പിച്ച എല്ലാവർക്കും അഭിനയത്തിനുള്ള ഓസ്കർ അവാർഡ് നേടാനുള്ള യോഗ്യതയുണ്ടെന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി അവനെ ഇത്രയധികം സന്തോഷിപ്പിക്കാനും സർപ്രൈസ് കൊടുക്കാനും സാധിച്ചതിൽ. ഏഴ് മണിയായപ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞ ചങ്കുകളാണത് ഈ പതിയെ കുണുങ്ങി നടന്നു വരുന്നത്. 7:30 സമയം. ഇവർ വൈകിയത് വേറൊന്നും അല്ല കേട്ടോ, ഫുഡ് ഇവരുടെ വണ്ടിയിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവർ വൈകിയത്. അല്ലെങ്കിൽ ഇവർ പണ്ടേ ഓടിയെത്തിയേനെ. നന്ദുവിന് കേക്ക് വായിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് കേക്ക് എടുത്ത് അവന്റെ മുഖം നന്നായിട്ട് ഫേഷ്യൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
സെൽഫി എടുക്കണം കേട്ടോ, സെൽഫി എടുക്കണം. ജിതിയുടെ അഞ്ചിലെ നേരാണ് കൺമണിക്കൂവേ കണ്ണാടിക്കൂവേ കളിക്കൂവേ മുറ്റമില്ലാതെ പൂത്തൊരു കാറ്റേ. പാട്ടും ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയനും ചേട്ടനും കൂടി കേക്ക് ഇനി എങ്ങനെ തീർക്കണം എന്നുള്ള ചിന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് വാരി പൊത്തുണ്ട്. അടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എല്ലാരും കൂടി പിടിച്ചു മാറ്റാനായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു മാറ്റിയെന്ന് തോന്നുന്നു. ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ അകത്തായിരുന്നു, ഇതൊന്നും ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കളിചിരികളും മർമാദിക്കലും എല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രി 11 മണിയോടുകൂടി എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പൊ ഇത് പ്ലാൻ ചെയ്ത മാസ്റ്റർ ബ്രെയിൻ വിച്ചുവിനും ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം അഭിനയിച്ച് തകർത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.